പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്രയുടെ കോഴിക്കോട് കുറ്റ്യാടിയിലെ സ്വീകരണത്തിൽ വേദിയിൽ വെച്ച് പരസ്പരം പിടിവലിയുമായി നേതാക്കൾ. ജാഥ ക്യാപ്റ്റൻ സംസാരിക്കും മുൻപ് ഷാഫി പറമ്പിലിനെ ക്ഷണിക്കാതിരുന്നതാണ് നീരസത്തിന് കാരണമായത്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഷാഫിയെ സംസാരിക്കാൻ വിളിച്ചപ്പോഴും പിടിവലിയുണ്ടായി. ശ്രീ പ്രമോദ് കക്കട്ടിൽ ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ പ്രമോദ് കക്കട്ടിൽ, അർജുൻ കല്യാടും VS രഞ്ജിത്തുമാണ് ചേരുന്നത്. രഞ്ജിത്ത്, പ്രതിപക്ഷ നേതാവ് ഇതാ സംസാരിക്കുന്നതിന് തൊട്ട് മുൻപാണോ ഇത്തരത്തിൽ പിടിവലി ഉണ്ടായത്? ഷാഫി പറമ്പിലിനെ രോഷാകുലനായി നമ്മൾ കാണുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? അർജുൻ കല്യാട്. അതായത് കുറ്റ്യാടിയിലെ ഇന്നത്തെ സ്വീകരണ കേന്ദ്രത്തിലാണ് നേതാക്കൾ തമ്മിൽ ഇത്തരം ഒരു പിടിവലിയും ഒരു അലങ്കോലമാവുന്ന, ആ വേദി തന്നെ ആകെ അലങ്കോലമാവുന്ന ഒരു അവസ്ഥ സംജാതമായത്. ഏറ്റവും പ്രധാനമായി ഇന്ന് രാവിലെ 10 മണിക്കാണ് കുറ്റ്യാടിയിലെ സ്വീകരണം നിശ്ചയിച്ചത്. ജാഥ കുറ്റ്യാടിയിലേക്ക് എത്തുമ്പോൾ 11:30 എന്നാൽ ആദ്യ സമയത്ത്, അതായത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുന്നു. അതിനുശേഷം മോൻസ് ജോസഫാണ് പ്രതിപക്ഷ നേതാവ് ആ സ്ഥലത്തേക്ക്, സ്വീകരണം കേന്ദ്രം നിശ്ചയിച്ച സ്ഥലത്തേക്ക് എത്തുമ്പോൾ സംസാരിക്കുന്നുണ്ടായിരുന്നത്. വേദിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ മോൻസ് ജോസഫ് പ്രസംഗം അവസാനിപ്പിച്ചു. എന്നാൽ പ്രതിപക്ഷ നേതാവ് കയറി ആദ്യഘട്ടത്തിൽ ഒരു ഹാരാർപ്പണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ അധ്യക്ഷനായിട്ടുള്ള പ്രമോദ് കക്കട്ടിൽ സംസാരിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നു. അതിന്റെ തൊട്ട് പിന്നിൽ തന്നെ ഷാഫി പറമ്പിലെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതിന്റെ വലതുവശത്തായി DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനെയും പാറക്കൽ അബ്ദുള്ള നേരെ ഇടതുവശത്തും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ സമയത്ത് ഷാഫി പറമ്പിൽ, തൊട്ട് പുറകിൽ നിന്ന് ഷാഫി പറമ്പിൽ DCC പ്രസിഡന്റിനോട് ഒരു ആംഗ്യം കാണിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ പ്രമോദ് കക്കട്ടിലിനെ ഷാഫി പറമ്പിൽ എംപിൽ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട് അവർ സംസാരിക്കുന്നത് കഴിഞ്ഞതിന് ശേഷമാണോ താൻ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഈ പ്രമോദ് കക്കട്ടിലിനെ ഒരു ഭാഗത്തേക്ക് മാറ്റുകയും അതിനുശേഷം മതി എന്ന് പറഞ്ഞ് ഷാഫി പറമ്പിലും ഈ പ്രമോദ് കക്കട്ടിലും ഈ വേദിയുടെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ആ സമയത്ത് തന്നെ പ്രസംഗിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് കടന്നു വരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ വേണ്ടി കഴിയും. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങളൊന്നും തന്നെ, ആ വേദിയിലെ മറ്റെല്ലാ നേതാക്കളും ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങളൊന്നും തന്നെ കൂസാതെ പ്രസംഗവേദിയിലേക്ക് എത്തുകയും അവിടെ ഏകദേശം ഒരു 10-30 സെക്കൻഡ് സമയം അവിടെ നിൽക്കുകയും അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ച് തുടങ്ങുകയും ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് ഏകദേശം ഒരു 10-20-25 മിനിറ്റോളം ജാഥയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ തന്നെ സംസാരിച്ചു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ അധ്യക്ഷനായിട്ടുള്ള പ്രമോദ് കക്കട്ടിൽ വീണ്ടും ഈ മൈക്കിന് അടുത്തേക്ക് വരികയും സംസാരിക്കുന്നതിന് വേണ്ടി ഷാഫി പറമ്പിലിനെ ക്ഷണിക്കുകയും ചെയ്തു. അതിന് തൊട്ട് മുൻപ് തന്നെ പ്രമോദ് കക്കട്ടിൽ മൈക്കിന് അടുത്തേക്ക് വരുമ്പോൾ ഷാഫി പറമ്പിൽ പ്രമോദ് കക്കട്ടിൽ ഞാൻ സംസാരിക്കാനില്ല എന്ന തരത്തിൽ പിടിച്ച് പുറകോട്ട് അതിനുശേഷം, അതായത് ഈ യാത്രയുടെ തന്നെ ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ പ്രമോദ് കക്കട്ടിൽ, ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ പ്രമോദ് കക്കട്ടിൽ, ഏറ്റവും രഞ്ജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. അധ്യക്ഷൻ ശ്രീ പ്രമോദ് കക്കട്ടിൽ, രഞ്ജിത്ത്, ഈ യാത്രയുടെ തന്നെ
ശോഭ കെടുത്തുന്ന രീതിയിലായി പോയി ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പിടിവലിയും പ്രശ്നങ്ങളും. ഷാഫി പറമ്പിലിനെ നമുക്ക് രോഷാകുലനായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. രഞ്ജിത്തിലേക്ക് എത്താം, ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. കൊടുത്താൽ മതി, കൊടുത്താൽ മതി. അറബിക്കടലിന്റെ അലമാലകളെ പോലും അതിജയിപ്പിക്കുന്ന രൂപത്തിൽ ആ തിരമ്പി വന്ന ഈ മഹാസമുദ്രം കാണുമ്പോ വളരെ വൈകിയതുകൊണ്ട് വേറെ ആരും പ്രസംഗിക്കുന്നില്ല. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മുൻ MLA പാലക്കാട് അബ്ദുള്ള അദ്ദേഹത്തിന്റെ വകയായുള്ള ഒരു ഉപഹാരം ജാഥാ ക്യാപ്റ്റനെ സമർപ്പിക്കുകയാണ്. Hello?